ചേച്ചി ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമില്ല. സോ ഇതുപോലെ ഒരു ക്യാരക്ടർ കയ്യില് വരുമ്പോൾ ഒബ്വിയസ്ലി ഏതൊരു ആക്ടറും ചിന്തിക്കും ഇത് ചെയ്യണോ വേണ്ടേന്ന്. അപ്പൊ ചേച്ചിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ചേച്ചിക്ക് അത് ചെയ്യാൻ തോന്നിയ ആ ഒരു പോയിന്റ് എങ്ങനെയായിരുന്നു? ഏത് പോയിന്റിലാണ് ഡിസൈഡ് ചെയ്തത് ചെയ്യാൻ? അല്ല, അങ്ങനെ ഒരു വലിയ ക്രിറ്റിസിസം വരുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളിതിനകത്ത് സംസാരിക്കുന്നത് എന്താണ്, സെയിം സെക്സ് ലവിനെ കുറിച്ചിട്ടാണ് നമ്മൾ അതെ. സംസാരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു മേജർ തീം എന്ന് പറയുന്നത്. അതെ. അത് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ അവെയർ ആണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് അതിനകത്തൊരു ക്രിറ്റിസിസം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉം. പിന്നെ സായിയാണ് എന്നെ ആദ്യം വിളിച്ചത്. സായി ഫോണിൽ കൂടെ ആദ്യം കഥ പറഞ്ഞു. പിന്നെ നേരിട്ട് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കഥ പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് തന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പൊ അതിനകത്ത് എല്ലാ പോയിന്റിലും എനിക്കിത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് ഫുൾ ബോധ്യം ഉണ്ടായത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉള്ള ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ള സന്തോഷമാണ്.